നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു വാദമാണ് അല്ലെങ്കിൽ പ്രയോഗമാണ് സംഘപരിവാറിന് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഭയമാണ്, അതുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന്. അങ്ങനെ കുറേ കമ്മ്യൂണിസ്റ്റുകളും ചില ജിഹാദികളും അവരുടെ ചില കൂലിക്കാരും ഒക്കെയാണ് പറയുന്നത്. ഈ ദളിത രാഷ്ട്രീയവാദികളും ഒക്കെയാണ് പറയുന്നത് ഞങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണ് അവർ എതിർക്കുന്നത്. ചരിത്രത്തിനെക്കുറിച്ച് സാമാന്യ വിവരം പോലും ഇല്ലാത്തത് കൊണ്ടാണ് അത്തരമൊരു വാദം ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. കാരണം ഭയക്കുകയാണെങ്കിൽ കീഴടങ്ങുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ കീഴടങ്ങിയവരുടെ പിൻഗാമികളാണ് ഇന്ന് ജിഹാദികളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഭയപ്പെടുന്നവരൊക്കെ കീഴടങ്ങുകയാണ് ചെയ്തത്. ചൈനയിലെ ജനങ്ങൾ ഭയപ്പെട്ട് കീഴടങ്ങി, റഷ്യയിലെ ജനങ്ങൾ ഭയപ്പെട്ട് കമ്മ്യൂണിസത്തിന് കീഴടങ്ങി, അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ഭയപ്പെട്ട് ജിഹാദിസത്തിന് കീഴടങ്ങി, പാകിസ്ഥാൻ ഭാഗത്തുണ്ടായിരുന്ന ജനങ്ങൾ ഭയപ്പെട്ട് ജിഹാദിസത്തിന് കീഴടങ്ങി, വർഗീയതയ്ക്ക് കീഴടങ്ങി. അങ്ങനെ ഭയന്ന് കീഴടങ്ങിയത് കൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ ഉണ്ടായത്, ഇന്ന് ബംഗ്ലാദേശ് ഉണ്ടായത്, ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായത്, കമ്മ്യൂണിസ്റ്റ് ചൈനയും അതുപോലെയുള്ള രാജ്യങ്ങളും ഒക്കെ ഉണ്ടായത്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടായത് ഭയന്ന് കീഴടങ്ങിയത് കൊണ്ടാണ്. ഭയക്കുന്നവർ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്, എതിർക്കുകയല്ല. എതിർക്കാൻ നിൽക്കുന്നവർ എതിർക്കാൻ തൻ്റെ ഇടമുള്ളത് കൊണ്ടും ആശയദാർഢ്യമുള്ളത് കൊണ്ടുമാണ്, ആശയപരമായ ബോധ്യമുള്ളത് കൊണ്ടും ആദർശപരമായ സത്യസന്ധതയുള്ളത് കൊണ്ടും ചരിത്രപരമായ പാഠമുള്ളത് കൊണ്ടുമാണ് എതിർക്കുന്നത്. എതിർക്കുന്നവൻ ഒരിക്കലും കീഴടങ്ങുന്നവനല്ല എന്ന സാമാന്യ ബുദ്ധി മുഹമ്മദ് ബിൻ ഖാസിം അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു വന്നപ്പോൾ ഭയപ്പെട്ട് കീഴടങ്ങിയവരാണ് ബുദ്ധമത വിശ്വാസികൾ. അത് കീഴടങ്ങാത്ത ആൾക്കാരുണ്ടായിരുന്നു, അവർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഭയപ്പെട്ട് കീഴടങ്ങിയവരാണ് ബുദ്ധമത വിശ്വാസികൾ. ഇന്ന് അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെയുള്ള പ്രദേശങ്ങൾ ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു, അവരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അവിടെ ബുദ്ധമതങ്ങൾ ഇല്ലാതെ ആയത് എന്തുകൊണ്ടാണ്? ശങ്കരാചാര്യർ തിന്നു തീർത്തു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നതല്ല ചരിത്രം. പിന്നെയോ ആ പ്രദേശങ്ങളിലുള്ള ബുദ്ധമത വിശ്വാസികൾ മുഴുവൻ ജിഹാദികൾക്ക് കീഴടങ്ങിയത് കൊണ്ടാണ്, ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും കീഴടങ്ങിയത് കൊണ്ടാണ് ആ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ ജിഹാദികളുടെ കൈകളിലായതോ കീഴിലായതോ. അവിടെ ബുദ്ധമതം ഇല്ലാണ്ടായതുകൊണ്ട് ഭയപ്പെട്ട് കീഴടങ്ങിയത് കൊണ്ടാണ്, പോരടിച്ച് നിന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള അനേകം ആൾക്കാർ, ഗസ്നി വന്നു, ഘോറി വന്നു, മുഹമ്മദ് ബിൻ ഖാസിം വന്നു, ബാബർ വന്നു, എത്രയോ ആൾക്കാർ വന്നു, ടിപ്പു വന്നു. അങ്ങനെ വന്നവരൊക്കെ ആക്രമിക്കുകയും കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവരെയൊക്കെ വെല്ലുവിളിച്ച് നിൽക്കുകയും എതിർക്കുകയും പ്രതിരോധിക്കുകയും ആവുന്നതുപോലെ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തവരുടെ പിൻഗാമികളാണ് ഇന്ന് ഈ ഭാരതത്തിലുള്ളവർ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. ഭയപ്പെട്ട് കീഴടങ്ങിയവരൊക്കെയാണ് ഇന്ന് ഈ വിവരക്കേട് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം. ഭയപ്പെടുന്നു എന്ന് പറയുന്നവരാണ് എതിർപ്പിനെ അവർ ഭയപ്പെടുന്നു. അവിടെയാണ് അതിൻ്റെ വസ്തുത. എതിർക്കുന്നതിനെ അവർ ഭയപ്പെടുന്നു. കാരണം എതിർത്താൽ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തവരും, എതിർത്താൽ പറഞ്ഞു നിൽക്കാൻ കഴിയാത്തവരും, എതിർത്താൽ ആശയപരമായ സത്യസന്ധതയില്ലാത്തവരും, എതിർത്താൽ ദാർശനികമായ ഗരിമയില്ലാത്തവരും. അതുകൊണ്ട് എതിർപ്പിനെ അവർ ഭയപ്പെടുകയാണ്. ആര്? കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ദളിതവാദികളും ഒക്കെ എതിർപ്പിനെയാണ് ഭയപ്പെടുന്നത്. തീവ്രവാദികൾ എതിർപ്പിനെ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നത് എതിർപ്പില്ലാതെ ആക്കുക എന്നുള്ളതാണ്, എതിരാളികൾ ഇല്ലാതെയാവുക എന്നുള്ളതാണ്. അതിനവർ ചെയ്യുന്നത് എതിരാളികളെ, എതിർക്കുന്നവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും അവരെ കൊന്നുതള്ളാൻ ശ്രമിക്കുകയുമാണ്. ഉന്മൂലനം കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തമാണല്ലോ, ജിഹാദിസം ഉന്മൂലനത്തിൻ്റെ സിദ്ധാന്തമാണല്ലോ. അതുകൊണ്ട് ഈ എതിർപ്പിനെയാണ് ഭയപ്പെടുന്നത് ഈ പറയുന്ന തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ഈ ദളിത ഭീകരവാദികളും ഒക്കെ. അവർ എതിർപ്പിനെയാണ് ഭയപ്പെടുന്നത്. എതിർത്താൽ സംവാദങ്ങളുണ്ടായാൽ, ചർച്ചയുണ്ടായാൽ, ആശയപരമായ ചർച്ചയുണ്ടായാൽ എതിർപ്പിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ അവർ പരാജയപ്പെടും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് എതിർക്കുന്നതിനെ അവർ അവഗണിക്കുകയും കള്ളക്കായ ചരിത്രങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവർ തന്നെ ഉണ്ടാക്കിയ ചില സാഹിത്യത്തിലെ കാര്യങ്ങൾ ഉദ്ധരിച്ച് ഇതാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞ്, ഇതാണ് RSS എന്ന് പറഞ്ഞ് അവർ തന്നെ ഉണ്ടാക്കിയ നിഴലിനോടാണ് അവർ യുദ്ധം ചെയ്യുന്നത്.
അവർ നിഴൽ യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. സ്വന്തം നിഴലിനോടും അവർ കൃത്രിമമായി ഉണ്ടാക്കിയ നിഴലിനെയുമാണ് അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, അവർ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. RSSനെ സംബന്ധിച്ച് ആരും ശത്രുക്കളല്ല. കാരണം എതിരാളികളുണ്ടായിരിക്കാം, അത് ആശയപരമായി നേരിടുവാൻ തയ്യാറുള്ളത് കൊണ്ടാണ്. ആശയപരമായ ബലം, ഹിന്ദുത്വത്തിൻ്റെ ദാർശനികമായ ബലമുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ എത്ര കാലം അതിജീവിച്ചത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എത്രയോ കാലമായി, കഴിഞ്ഞ 1300 കൊല്ലമായി ഈ ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യുവാൻ, ഹിന്ദു ദർശനത്തെ, ഹിന്ദു തത്വശാസ്ത്രത്തെ, ഹിന്ദു ജീവിത രീതിയെ, അതിൻ്റെ ധർമ്മ സങ്കല്പങ്ങളെ, അതിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ ഒക്കെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിട്ട് 1300 കൊല്ലമായി. കൃത്യമായി പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 711 മുതൽ ഇപ്പോൾ 1300 ചില്ലുവാനും വർഷമായല്ലോ. ഈ 1300 കൊല്ലം ലോകത്തിലെ എത്രയോ പ്രദേശങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ ഈ സാംസ്കാരിക ദാർശനിക ആശയങ്ങളെ, ഹിന്ദുത്വത്തെ, അതിൻ്റെ ഹിന്ദു ധർമ്മത്തെ, സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ഞാഞ്ഞൂലുകൾ മുതൽ കാർഗോടകന്മാർ വരെയുള്ള സകല വിഷസർപ്പങ്ങളും ശ്രമിച്ചിട്ടും സർവ്വ ആക്രമണകാരികളും പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രമായി ഭാരതം, ഹിന്ദുസ്ഥാൻ, സനാതനധർമ്മത്തിൻ്റെ ഇരിപ്പിടമായ ഈ പ്രദേശം അവശേഷിക്കുന്നതെന്നാണെങ്കിൽ ആ കാരണം എതിർപ്പിനെ ആക്രമിച്ചു വന്നവരെ കീഴടങ്ങാതെ, ഭയപ്പെട്ട് കീഴടങ്ങാതെ പോരടിച്ച് നിന്നതുകൊണ്ടാണ്. ആശയപരമായി പോരടിക്കാനും ശങ്കരാചാര്യരുടെ ദർശനത്തെ അതിജീവിക്കാൻ കഴിയാതെ ഏതോ ചെങ്ങന്നൂരിൽ തിരുവല്ലയിലുള്ള ഒരു പട്ടതിരിപ്പാടിൻ്റെ വികലമായ 4 വരിയും ആയി കാണാതെ പഠിച്ചു വെച്ചിട്ട് അതാണ് ശങ്കരാചാര്യരുടെ ദർശനമെന്നും അതാണ് ഹിന്ദുത്വമെന്നും പറയുന്ന കുറേ കപട അക്കാദമീഷ്യന്മാരും ബുദ്ധിജീവികളും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളും ഒക്കെ കടന്ന് ഗോഗോ വിളിക്കുന്നതല്ലാതെ എവിടെ ഇല്ലാതെയായി എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും അതാണ് ലോകത്തിലെ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ദാർശനികമായ ബലമുള്ളവരും സ്വീകരിക്കുന്നത് ഈ ഹിന്ദുത്വത്തെ തന്നെയാണ്. അതിനെല്ലാ കാലത്തും, ചില കാലത്ത് അതിൻ്റെ ഭൗതികമായ കരുത്ത് ചോർന്നു പോയപ്പോഴാണ്, അഥവാ അത് ശിഥിലമായി പോയപ്പോഴാണ് ഈ ആക്രമണങ്ങളും കീഴടക്കലുകളും ഒക്കെ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല. ഭൗതികമായി കീഴടക്കാൻ പറ്റി, കുറേയൊക്കെ കൊന്നു തള്ളാൻ പറ്റി, കുറേയൊക്കെ കീഴടക്കി ഭരിക്കാൻ പറ്റി. എന്നിട്ടും എന്തേ ഇത്രയും കോടാനുകോടി ഹിന്ദുക്കൾ അവശേഷിക്കുന്നത്, ഹിന്ദുത്വം അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്? മഹാഭാരതത്തിലെ ഒരു ശ്ലോകമുണ്ട്, അഗ്രത ചതുരോ വേദാഹ പൃഷ്ഠതസ്സ ശരം ധനു ഇതം ബ്രാഹ്മം ഇതം ക്ഷാത്രം ശാപാദപി ശരാദപി. മുന്നിൽ അഗ്രത ചതുരോ വേദ, മുന്നിൽ 4 വേദങ്ങളുടെ അഥവാ സനാതനധർമ്മത്തിൻ്റെ ദർശനങ്ങൾ മുഴുവനുണ്ട്. ആശയപരമായോ താത്വികമായോ ദാർശനികമായോ വെല്ലുവിളിക്കാൻ, സംവദിക്കാൻ, ചർച്ച ചെയ്യാനുള്ള ദാർശനികമായ ആശയങ്ങൾ മുഴുവൻ മുന്നിലിരിക്കുന്നുണ്ട്. വേദ സാഹിത്യങ്ങളുടെ മുഴുവൻ, വേദോപനിഷത്തുക്കളുടെ മുഴുവൻ കരുത്ത് മുന്നിലുണ്ട്. ഇനി അതല്ല, ആയുധം കൊണ്ട് നേരിടാനാണെങ്കിൽ പൃഷ്ഠതസ്സ ശരന്ധനു, പിന്നിൽ കുലച്ചു നിർത്തിയിരിക്കുന്ന വില്ലുമുണ്ട്. ആയുധം കൊണ്ട് നേരിടണമെങ്കിൽ, അങ്ങനെ ആശയം കൊണ്ട് നേരിടണമെങ്കിൽ, ശസ്ത്രം കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ ഉള്ള ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള കരുത്ത് ഭാരതത്തിൻ്റെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഹിന്ദുത്വം അവശേഷിക്കുന്നത്. അതുകൊണ്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ എതിർക്കാനുള്ള കരുത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ശസ്ത്രം, ആയുധമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഭീകരവാദികൾ അവർ കേരളത്തിൽ തന്നെയുള്ള ഭീകരവാദികൾ പിന്തുണയ്ക്കുന്നത്. പാകിസ്ഥാൻ ആക്രമിച്ചു വന്നപ്പോൾ ആ ആക്രമണത്തെ പുഷ്പം പോലെ വലിച്ചെറിയാനോ പുല്ല് പോലെ പറിച്ചു കളയാനോ കഴിഞ്ഞത് കരുത്തുള്ള ആയുധമുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നേതൃത്വം ഉള്ളത് കൊണ്ടാണ്. ഇനി ആശയപരമായ ദാർഢ്യമുണ്ടെങ്കിൽ മതത്തിൻ്റെ പേരിലാണോ, ധർമ്മത്തിൻ്റെ പേരിലാണോ, തത്വശാസ്ത്രത്തിൻ്റെ പേരിലാണോ, പ്രപഞ്ച ദർശനത്തിൻ്റെ പേരിലാണോ, ഏത് വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള ദർശനങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെ ഈ ഹിന്ദുത്വത്തിലുണ്ട്. അതുകൊണ്ട് അതിനെ നേരിടാൻ കഴിയാതെ മാറി നിന്ന് കൊഞ്ഞനം കുത്തുകയും ഒരു ശ്യാമോ എന്നൊക്കെ പറയുന്ന ഏതൊരു ചെറുപ്പക്കാരനൊക്കെ ഇങ്ങനെ അലറി വിളിച്ച് നടക്കുന്നുണ്ടല്ലോ. എൻ്റെ ചോദ്യം, എന്ത് ചോദ്യം? എവിടുന്നോ കൊണ്ടുവന്ന 4 കീറ്റക്കടലാസിലെ ശ്ലോകം വെച്ചിട്ട് ഇതാണ് ഹിന്ദുത്വം എന്ന് പറയാനും മാത്രമുള്ള ബലമേ ഉള്ളൂ. അല്ലാതെ ഒരു ബലവും അവരുടെ ദാർശനികമായതൊന്നുമില്ലല്ലോ. കുറെ പിടിവാദങ്ങൾ മാത്രമല്ലാതെ, കുറെ കപടവാദങ്ങൾ മാത്രമല്ലാതെ, കുറെ ഓലക്കീറുകൾ, അല്ലെങ്കിൽ പഴയ കാലത്ത് തള്ളിക്കളഞ്ഞ ഈ ജാതിയുടെയൊക്കെ പേരിലുള്ള, ജാതിയെക്കുറിച്ച് വേദത്തിൽ
എവിടെയാണ് പറയുന്നത്? ജാതിയെക്കുറിച്ച് ഉപനിഷത്തിൽ എവിടെയാണ് പറയുന്നത്? ജാതിയെക്കുറിച്ച് ഭഗവത്ഗീതയിൽ എവിടെയാണ് പറയുന്നത്? ഭഗവത്ഗീതയെക്കുറിച്ച് ജാതിയെക്കുറിച്ച് അതിന് പ്രമാണമായിട്ടുള്ള ഒരു കാര്യവും ഹിന്ദു ദർശന ഗ്രന്ഥങ്ങളിൽ, പ്രമാണ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. അതാണല്ലോ വർക്കലയിൽ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ചെന്ന ഗാന്ധിജി ചോദിച്ച ഒരു ചോദ്യമായിരുന്നല്ലോ. എന്താ ചോദിച്ചത്? ജാതീയതയെ പിന്തുണയ്ക്കുന്ന എന്തെങ്കിലും കാര്യം, അത് ശരിയാണെന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും കാര്യം ഹിന്ദു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന ഗുരുദേവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗുരുദേവൻ സനാതനധർമ്മത്തെ കൊണ്ടു നടക്കുവാനും പ്രചരിപ്പിക്കുവാനും, കാരണം അത് പ്രസരിപ്പിക്കുവാനുള്ള ക്ഷേത്രങ്ങളും അദ്വൈതാശ്രമങ്ങൾ സ്ഥാപിക്കുവാൻ കാരണം. ഗുരുദേവൻ മതേതരവാദിയാണെന്നും വേറെന്തോ പ്രസംഗിച്ചു എന്നും ഒക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും നടക്കുന്നുണ്ട്. ഗുരുദേവൻ സനാതനധർമ്മമല്ല സ്ഥാപിച്ചത്. അല്ല പിന്നെ ഈ ക്ഷേത്രങ്ങളൊക്കെ എന്തിനായിരുന്നു? അല്ലെങ്കിൽ ഈ അദ്വൈതാശ്രമം എന്തിനാണ് സ്ഥാപിച്ചത്? ബ്രഹ്മ വിദ്യാലയം സ്ഥാപിച്ചത് എന്തിനായിരുന്നു? അതാണ്. അതിൽ ജാതി ഇല്ല എന്നുള്ളതുകൊണ്ട് ജാതിയെ പ്രമാണീകരിക്കുന്ന, ജാതിയെ അംഗീകരിക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ദാർശനിക ഗ്രന്ഥങ്ങളിലും പ്രമാണ ഗ്രന്ഥങ്ങളിലും ഒന്നുമില്ലാത്ത ഒരു സാധനം എടുത്തു വെച്ച് നാലണക്കി വിറ്റ് നക്കപ്പിച്ച നേടുന്ന കപട രാഷ്ട്രീയക്കാരായി കമ്മ്യൂണിസ്റ്റുകളും ദളിതവാദികളും ജിഹാദികളും നടക്കുന്നു. അവരുടെ ഉള്ളിലെ ജാതിക്കെതിരെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈഴവത്തിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ. ഗൗരിയമ്മ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഈഴവ സ്ത്രീ എന്നല്ല കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ വേറെ വാക്കാണ്, കുറച്ചുകൂടി ആക്ഷേപാർഹമായ വാക്കാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയാക്കാതിരുന്ന സന്ദർഭം കിട്ടിയപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സവർണന്മാരും മേലാളന്മാരും മാടമ്പിമാരും ഒക്കെ മുഖ്യമന്ത്രിമാരായി മാറിയത്. ആ ഈഴവ സ്ത്രീയാണെന്നൊരു ഒറ്റ കാരണം കൊണ്ട് കേരളത്തിലെ വിപ്ലവ നക്ഷത്രമായി വളർന്നു വന്ന ഗൗരിയമ്മയെ തള്ളിക്കളഞ്ഞ, അഥവാ അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറംകാല് കൊണ്ട് ചവിട്ടി പുറത്താക്കിയ കമ്മ്യൂണിസ്റ്റുകാരാണോ ദളിതവാദം പറയുന്നത്? പൊക്കുടൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, കണ്ണൂർ ജില്ലയിലാണല്ലോ പൊക്കുടൻ, കല്ലേൻ പൊക്കുടൻ. ആ കല്ലേൻ പൊക്കുടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചതിക്കപ്പെട്ട് ജയിലിൽ കടന്ന് കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് ആ പൊക്കുടന് കള്ളക്കേസിൽ കുടുങ്ങി പാർട്ടിയിൽ നിന്ന് നിർത്താൻ ശ്രമിച്ച അത് ചതി മനസ്സിലാക്കിയ പൊക്കുടൻ കേസെല്ലാം കഴിഞ്ഞ് ഭൂമി കിട്ടുമെന്ന് വിചാരിച്ച് വിപ്ലവം ആണെന്നും പറഞ്ഞ് എവിടെയോ സംഘർഷത്തിന് പോയി കൊലപാതകത്തിൽ പ്രതിയായി. എന്നിട്ട് പൊക്കുടനും കാഞ്ഞിരനും എന്ന് പറയുന്ന രണ്ട് പുലിയ സഹോദരന്മാർ സഹാക്കളോടൊന്നിച്ച് അവരെ ഒന്നിച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, അവർ മേലാളന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ജാതി കൊണ്ട് പൊക്കുടനും കാഞ്ഞിരനെന്നും പറയുന്നവർ രണ്ടുപേരും പുലയരായതുകൊണ്ട് സവർണ സഹാക്കളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ ആ അപമാനത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉപേക്ഷിച്ച ഒരു കല്ലേൻ പൊക്കുടനുണ്ട്. നിങ്ങൾക്കറിയുമോ? ഇത് കേൾക്കുന്നവർക്ക് അറിയുമോ പൊക്കുടൻ എവിടെയാണെന്ന്? കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന കല്ലേൻ പൊക്കുടൻ ജാതിയുടെ പേരിൽ രാജിവെച്ചു എന്ന് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെയും ഭാര്യയെയും പെരുവഴിയിലിട്ട് കാണുന്നിടത്തൊക്കെ വെച്ച് സവർണ കമ്മ്യൂണിസ്റ്റുകാർ തല്ലിയിട്ടില്ലേ? കാണ്ടം മുണ്ണം ചവിട്ടിക്കൂട്ടിയിട്ടുണ്ട്. പൊക്കുടനെയും ഭാര്യയെയും ചവിട്ടിക്കൂട്ടി സവർണ കമ്മ്യൂണിസ്റ്റുകാർ, ജഹാദിയില്ല എന്ന് പറയുന്നവർ. ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോയും ദൈവദശകവും ഫോട്ടോ വെച്ച് കല്യാണം നടത്തിയതിൻ്റെ പേരിൽ ആ കല്യാണം മുടക്കുകയും ഫോട്ടോ എടുത്ത് വലിച്ചെറിയുകയും ഒക്കെ ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കണ്ണൂരിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും. ഗുരുദേവ പ്രതിമകൾ തകർത്ത കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇവിടെ കോട്ടയത്ത് ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരിടത്തുണ്ട്. അതുകൊണ്ട് ജാതിക്കെതിരെയാണെന്ന് പറയാൻ നാണമില്ല അവർക്ക്. അവരുടെ ഇത്രയും ജാതീയത കൊണ്ട് നടക്കുന്ന, സവർണാധിപത്യം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി വേറെ ഇല്ലല്ലോ. നമ്പൂതിരിപ്പാട് തിരുമേനി എന്ന് വേണമായിരുന്നു വിളിക്കാൻ. സഖാവ് എന്ന് വിളിച്ചാൽ പോരായിരുന്നു. ശങ്കരൻ നമ്പൂതിരിപ്പാടിന് തിരുമേനി എന്ന് വിളിക്കണമായിരുന്നു. അങ്ങനെ തിരുമേനി എന്ന് വിളിക്കാൻ വേണ്ടി തന്നെ നമ്പൂതിരിപ്പാടെന്ന വാല് കൊണ്ട് നടന്ന ആളാണ് സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ മനുഷ്യനെ തിരുമേനി എന്ന് വിളിപ്പിച്ച് സവർണാധിപത്യം അപ്പോഴും കൊണ്ട് നടന്ന് നാണമില്ലായ്മ കൊണ്ട് ഈ ജാതീയതക്കെതിരാണെന്ന് പറയാൻ ഒരു യോഗ്യതയും കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കില്ല. എത്രയോ ദളിത ആക്രമണങ്ങൾ, കോട്ടയത്ത് കുറിച്ചിക്കടുത്തൊരു സ്ഥലത്ത് ദളിതരെ 2 കൊല്ലം മുമ്പല്ലേ ആക്രമിച്ചത്. അവര് ദളിത് ക്രിസ്ത്യാനികൾ കരോൾ നടത്തിയപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ദിവസങ്ങളോളം അവരെ ബന്ദികളാക്കി വെച്ചു. ദളിതരായ ക്രിസ്ത്യാനികളെ
എന്നിട്ടാണ് അവർ ദളിത് സംരക്ഷണം പറയുന്നത്. നാണമുണ്ടോ സഖാക്കളെ നിങ്ങൾക്കിങ്ങനെ വിളിച്ചു പോകാൻ? എത്ര കേസ് വേണമെങ്കിലും ഉണ്ട്. കണ്ണൂരിലും പയ്യന്നൂരിലും ഒക്കെ ദളിത സ്ത്രീകളെ ആക്രമിച്ചതിൻ്റെ, അപമാനിച്ചതിൻ്റെയും പീഡിപ്പിച്ചതിൻ്റെയും ചരിത്രങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ദളിത സംരക്ഷണത്തിൻ്റെ പേരിൽ ഈ നാണംകെട്ട വാദമൊന്നും ഉന്നയിക്കേണ്ട. പിന്നെ ജിഹാദികളെ കുറിച്ച് അവര് എന്താണ് ഇപ്പോഴും പറയുന്നത്, പണ്ട് 200 കൊല്ലം മുമ്പ് നമ്പൂതിരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ദളിതന്റെ ഭാര്യയെ കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇന്നും കൂടി കണ്ടു ചില ജിഹാദികൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. 3 മാസത്തിനും 3 ആഴ്ചത്തേക്കും വേണ്ടി അറബികൾക്ക് മക്കളെ കൂട്ടിക്കൊടുത്ത പാരമ്പര്യമുള്ള ജിഹാദികളുടെ ചരിത്രമൊന്നും ഇവിടെ പറയണ്ട. അറബി കല്യാണം എന്ന പേരെങ്ങനെയാണ് ഉണ്ടായത്? നാണമുണ്ടോ പറയാൻ? ആ അറബി കല്യാണത്തിൻ്റെ സന്തതികളായി അതിലൂടെ എപ്പോഴോ വന്ന് 3 ആഴ്ച ഒരാഴ്ചയൊക്കെ താമസിച്ച 10 ദിവസം താമസിച്ച അറബികൾക്ക് ഉണ്ടായ ഈ അറബി കല്യാണത്തിലുണ്ടായവരാണ് ഇന്നത്തെ ജിഹാദികൾ എന്ന് പറയുന്നവർ. മുസ്ലിങ്ങളെല്ലാവരും അല്ല, ജിഹാദികളൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ നാടിനോട് കൂറില്ലാത്തത്. സാമാന്യ മുസ്ലിങ്ങൾ നാടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജിഹാദികളായത് ഈ അറബി കല്യാണത്തിൽ ഉണ്ടായവരൊക്കെയാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് അതിനകത്തുള്ള ഒസാനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ജാതികളും ഉപജാതികളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും, അതിപ്പോഴും ഉണ്ട്, 2025 ഉണ്ട്, അതിനെ തീർക്കാൻ നോക്ക്. 200 കൊല്ലം അല്ലെ 150 കൊല്ലോ 100 കൊല്ലം മുൻപ് ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായിരുന്ന ജാതീയതയെ ഹിന്ദുക്കൾ തന്നെയാണ് ഇല്ലാണ്ടാക്കിയത്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അടങ്ങുന്ന അനേകം നവോത്ഥാന നായകരും സന്യാസിമാർ, ശുഭാനന്ദ ഗുരുദേവൻ, പൊയ്കയിൽ കുമാര ഗുരുദേവൻ, എത്ര പേരുണ്ട് അങ്ങനെ പറയാൻ, അയ്യാ വൈകുണ്ഠ സ്വാമികൾ, ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് അതില്ലാണ്ടാക്കിയതും അതിനെ അതിജീവിച്ചുകൊണ്ട് പൊതു ഹിന്ദു സമൂഹത്തെ സൃഷ്ടിച്ചത് കേരളത്തിലെ ആധ്യാത്മിക ആചാര്യന്മാരും നവോത്ഥാന നായകന്മാരുമാണ്. അങ്ങനെ ഒരു 5% നവോത്ഥാനം 100, 150, 200 കൊല്ലം മുൻപത്തെ ഈ അറബി പാരമ്പര്യത്തിൽ നിന്നൊരു 5% പോലും മുക്തമാക്കാൻ കഴിവില്ലാതെ ഇന്നും അടിമകളായി കഴിയുന്ന ജിഹാദികളാണോ ഈ ഹിന്ദുക്കൾ ഉപേക്ഷിച്ച ജാതീയത തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഹിന്ദുക്കൾ ഉപേക്ഷിച്ച ജാതീയതയെ തിരിച്ചേൽപ്പിക്കാനും തിരിച്ചു കൊണ്ടുവരാനും ശ്യാംകുമാറോ അല്ലെങ്കിൽ ജിഹാദികളോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും വിചാരിച്ചാൽ നടക്കില്ല. പിന്നെയോ നിങ്ങളുടെ ഇടയിലുള്ള ഈ നാണം കെട്ട കൊള്ളരുതായ്മ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന അന്ന് കൊള്ളാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടു നടന്നിരുന്ന ഈ വികലമായ മനുഷ്യവിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ മാനവിക വിരുദ്ധമായ അത്തരം ആശയങ്ങളോ ജീവിതശൈലികളോ ഉണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് നോക്കുകയാണ് നല്ലത്. കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ഈ ജിഹാദികളുടെ മൂടുവാഹികൾ അവരെങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങളുടെ സ്വത്വം നഷ്ടപ്പെടുത്താതെ, നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായല്ലോ. ലോകത്തിലെവിടെയില്ല കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ പണ്ടുണ്ടായിരുന്ന പിപ്പില്ലല്ലോ, ചത്തുപോയി. ആ സോവിയറ്റ് യൂണിയനിലെ ഒരു സഖാവ് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞത്, ആരെങ്കിലും അവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാൽ അച്ഛന് വിളിക്കുന്നതിന് തുല്യമാണ് ഒരാളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാൽ എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിൽ ആ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ആ നിലവാരത്തിലേ നിലനിൽക്കുന്നുള്ളൂ എന്ന് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ജാതിയുടെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ ഇനി വീണ്ടും ഹിന്ദുക്കളുടെ മേലെ കുതിര കയറാൻ നിൽക്കണ്ട. അല്ല, ആദ്യം പറഞ്ഞതുപോലെ ഈ ഭയം കൊണ്ടാണ് എതിർക്കുന്നത് എന്ന നാണം കെട്ട വാദമൊന്നും ഉന്നയിക്കേണ്ട. ഭയം നിങ്ങൾക്കാണുള്ളത്. ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ കമ്മ്യൂണിസം വലിച്ചെറിയും. ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയെന്നാൽ ജിഹാദിസം വലിച്ചെറിയും. അവരെല്ലാം ഹിന്ദുക്കളായി മാറും. ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിലേക്ക് അവരൊക്കെ മാറും. തുറന്നു കൊടുത്താൽ അടച്ചിട്ട ഇരുമ്പ് വാതിലിൻ്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് കളഞ്ഞെന്നാൽ അത് പുറത്തേക്ക് തള്ളി ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഭാരതത്തിൻ്റെ തനത് സംസ്കാരത്തിലേക്കും സാംസ്കാരിക മൂല്യങ്ങളിലേക്കും തിരിച്ചു വരും. ബെർലിൻ മതിൽ തകർന്നപ്പോൾ എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയിൽ നിന്ന് മുതലാളിത്ത ജർമ്മനി എന്ന് അവർ പറഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ പരക്കം പാഞ്ഞത്, പ്രാണൻ കൊണ്ട് പാഞ്ഞത്, അതുപോലെയാണ് ജിഹാദിസവും കമ്മ്യൂണിസവും. അവരുടെ ഇരുമ്പും മറയും കള്ളത്തരവും മാറ്റിവെച്ച് തുറന്നാൽ, അവർ സ്വയം തുറന്നു കാട്ടപ്പെട്ടാൽ അതോടുകൂടി അവസാനിക്കും ഇവരുടെ ഈ തട്ടിപ്പ് മുഴുവൻ. അതറിയാവുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ജാതിയുടെ പേര് പറഞ്ഞ് അവരിങ്ങനെ എന്താണ് ഭയം കൊണ്ടാണ്
എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് 1300 കൊല്ലത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് സൈന്യങ്ങളുമായി വന്ന ബാബറിനോ ഔറംഗസീബിനോ അല്ലെങ്കിൽ ഗസ്നിക്കോ ഘോറിക്കോ മുഹമ്മദ് ബിൻ ഖാസിമിനോ ഒന്നും തകർക്കാൻ കഴിയാത്ത, ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഒക്കെ വന്ന് മുച്ചൂടും മുടിക്കാൻ നോക്കിയിട്ടും തകർക്കാൻ കഴിയാത്ത ഈ സനാതനധർമ്മവും ഹിന്ദുത്വവും ഇപ്പോഴും നിലനിൽക്കും, ഇനി അങ്ങോട്ടും നിലനിൽക്കും. നിങ്ങൾ ഏതെങ്കിലും കൂലിക്കാരെ കൊണ്ട് നടന്ന് ഹിന്ദുത്വത്തിനെതിരെ 4 തെറി വിളിച്ചെന്നാൽ, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരെ 4 തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്താൽ ഒരു ചുക്കും വരാനില്ല സുഹൃത്തുക്കളെ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ നാവ് കഴയ്ക്കുന്നതല്ലാതെ, നിങ്ങളുടെ മക്കൾ നാണം കെട്ട് പെരുവഴിയെ നടക്കേണ്ടി വരുന്നതല്ലാതെ, നിങ്ങളുടെ മക്കൾക്കൊരു പക്ഷേ ജിഹാദികളായി പോകുന്നവർക്ക് മക്കൾക്ക് അച്ഛനെ അമ്മയൊക്കെ നഷ്ടപ്പെടും എന്നല്ലാതെ ഹിന്ദുത്വത്തിൻ്റെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി ജീവിക്കുക, എങ്ങനെയും ജീവിക്കാൻ നോക്കുന്നതിന് പകരം ഈ പരനെ തെറി വിളിച്ചുകൊണ്ടും അവരനെ തെറി വിളിച്ചും ആക്ഷേപിച്ചും ജീവിതം കഴിക്കാൻ നോക്കിയാൽ ആ ജീവിതം കോഞ്ഞാട്ടയാകും എന്നല്ലാതെ ഹിന്ദുത്വത്തിന് ഒരു കേടും പറ്റില്ല. ആ ഹിന്ദുത്വത്തിൻ്റെ കാവൽക്കാരായി എല്ലാ അർത്ഥത്തിലും ആശയപരമായും ആയുധപരമായ, ആയുധം എന്ന് പറഞ്ഞാൽ ഹിന്ദു വ്യക്തികളല്ല, രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് സായുധമായ ശക്തമായ രാഷ്ട്രവും ആ രാഷ്ട്രത്തിൻ്റെ പിന്തുണയോടുകൂടി ഈ നാടിൻ്റെ സനാതന ധർമ്മത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടവും ഇപ്പോഴുണ്ട്. ഇനി നാളെ അത് പോയെന്നാൽ വേറെ ഉയർന്നു വരും. എത്ര കാലങ്ങളായി ഇത് ഉണ്ടാവുകയും പോയാൽ വീണ്ടും വരികയും ചെയ്യുന്ന പ്രവണത, നൂറ്റാണ്ടുകളുടെ ചരിത്രം നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് എതിർക്കുന്നത് ഭയം കൊണ്ടാണോ, എതിർക്കുന്നത് കരുത്തുകൊണ്ടാണോ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കാണിക്കണം എന്ന് മാത്രം സഹാക്കളോടും ജിഹാദികളോടും അവരുടെ കൂലിക്കാരോടും അവരുടെ ഈ അടിമകളായ ആൾക്കാരോടും പറയുന്നു. നമസ്കാരം.